പെരിയാർ ടൈഗർ റിസർവിന്റെ അത്രയും ഭംഗിയുള്ള ഒരു കാട് എനിക്ക് വേറെ ഒന്നും ഉണ്ടായിട്ട് തോന്നിയില്ല. മേ ബി ആനിമൽ സൈറ്റിങ് പലയിടത്തും പല രീതിയിൽ കൂടുതൽ കിട്ടും. ഇന്ത്യയിലെ പല കാടുകളിലും ചിലപ്പോൾ കൂടുതൽ അനിമലിനെ കിട്ടുന്ന കാടുകൾ ഉണ്ടാവും. പക്ഷേ എനിക്ക് ഭംഗി ഏറ്റവും കൂടുതൽ തോന്നിയിരിക്കുന്ന കാട് തേക്കടിയാണ്. ഫസ്റ്റ് ടൈഗർ റിസർവിലേക്കുള്ള സഫാരി പോയപ്പോൾ തന്നെ ടൈഗറിനെ നേരിട്ട് കണ്ടു. ജനറലി ഈ സർപ്രൈസിംഗ് ആയിട്ട് നമ്മൾ ആനിമൽസിൻ്റെ ഫ്രണ്ടിൽ പെട്ടാൽ മാത്രമാണ് മിക്കവാറും അപകടം ഉണ്ടാകുന്നത്. കൂടുതലും കരടിയുടെ മുന്നിൽ പെട്ടിട്ടുണ്ട്. കരടിയാണ് ആക്ച്വലി എല്ലാവരും പറയുന്ന പ്രകാരം ഏറ്റവും ഡേഞ്ചർ. ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, കടുവ നമ്മളെ കണ്ടാൽ ചിലപ്പോൾ ആക്രമിക്കും, കടുവ ഡേഞ്ചർ ആണ്, പുലി ഡേഞ്ചർ ആണെന്ന്. പക്ഷെ കടുവയും പുലിയൊന്നും ഡേഞ്ചർ അല്ല. കാട്ടിൽ നമ്മൾ പോകുമ്പോൾ കരടി, ആന ഇവർ രണ്ടുപേരുമാണ് ഡേഞ്ചർ. ഇപ്പൊ ഞാൻ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പൊ എത്ര കാടുകളിൽ ട്രെക്കിംഗ് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ടൊരു കണക്ക് എനിക്കറിയില്ല, പക്ഷേ ഏകദേശം ഒരു 30 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് കഴിഞ്ഞു. കാട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് തോന്നുന്നത് നാട്ടിലേക്കാട്ടിലും സേഫാണ് കാടാക്കി. പ്രത്യേകിച്ച് നമ്മളിത് പറഞ്ഞ പോലെ, കോളിയും പറഞ്ഞ പോലെ മുൻകരുതലുകളൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ഗൈഡുമാർ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഗൈഡുമാർ തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്ര കാട് കയറി എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഓരോ കാടിലും നമ്മളെക്കാട്ടിലും ഒരുപാട് തവണ പോയിട്ടുള്ള ആ ഒരു കാട് മാത്രം പരിചയമുള്ള ആൾക്കാരായിരിക്കും അവിടുത്തെ ഗൈഡുമാർ കൂടുതൽ. കാട്ടിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ടൂറിസ്റ്റായിട്ടല്ല കാട്ടിൽ പോകേണ്ടത്. കാടിനെ അറിയാനും കാട് കാണാനുമായിട്ട് വേണം പോകാൻ. കാടിനെ അനുഭവിക്കാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. പിന്നെ സൈലൻ്റ് ആയിട്ടിരിക്കുക. ട്രക്കിങ്ങിലാണെങ്കിലും സഫാരിയിലാണെങ്കിലും സൗണ്ട് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം സൗണ്ടൊക്കെ പെട്ടെന്ന് ദൂരെ നിന്ന് നിങ്ങൾ തിരിച്ചറിയും. നല്ല കേൾവിശക്തിയൊക്കെ ഉള്ളതാണ് കൂടുതലായിട്ട്. അപ്പം സ്മെല്ലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ കേൾവി, കാഴ്ച, ഇതൊക്കെ. കാഴ്ചയ്ക്കാണ് ഈ കളർ ഡ്രസ്സ് ഒഴിവാക്കാൻ പറയുന്നത്. അതുപോലെ സ്മെല്ല്, കേൾവി, ഇതെല്ലാം നമുക്ക് സൗണ്ട് ഉണ്ടാക്കുന്നതനുസരിച്ച് അനിമൽസ് ഡിസ്ട്രാക്റ്റഡ് ആവാനും ഓടിയക്ഷ വിടാനും സാധ്യത, അല്ലെങ്കിൽ മാറിപ്പോകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ലഡാക്കിൽ നമുക്ക് സ്നോ ലെപ്പേർഡിനെ കാണാൻ പോകാനുള്ള ട്രക്കിങ്സും അങ്ങനെയുള്ള പാക്കേജസ് ഉണ്ട്. പക്ഷെ അത് എല്ലാ മാസവും ഇല്ലല്ലോ. അത് നമുക്ക് സ്നോ ഉള്ള സമയത്തേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ടിൽ ഏപ്രിൽ അത്രയും സമയത്താണ് സ്നോ ലെപ്പേർഡിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോഴാണ് സ്നോ കൂടുതൽ ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്ത് മലമുകളിലൊക്കെ ആയിരിക്കും ഇവരുണ്ടാവുക. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ കുറേ കാലം കാടുകളിൽ കയറി നടന്ന് ഏതൊക്കെയോ മലകളൊക്കെ കയറിയാണ് ഫോട്ടോ എടുക്കുന്നതെന്ന്. പക്ഷേ പബ്ലിക്കായ ആർക്കും എടുക്കാൻ പറ്റാവുന്ന പോലത്തെ ഇക്കോ ടൂറിസം ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്ത് അങ്ങനെ ബുക്ക് ചെയ്ത് പോകുന്നതാണ്. ആർക്കും പോകാവുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റന്റ് എനർജി തരുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കരുതുക. അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങളെ കൊണ്ടുപോകുമ്പോൾ പ്ലാസ്റ്റിക് അവിടെ എവിടെയും വലിച്ചെറിയാതെ സൂക്ഷിക്കുക. കുറച്ച് വെള്ളം കരുതുക. വെള്ളം പ്ലാസ്റ്റിക് ബോട്ടിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി അഥവാ അത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് ഭംഗിയായിട്ട് തോന്നിയ ഒരു മൃഗം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ? എനിക്ക് ടൈഗറാണ്. തീർച്ചയായിട്ടും ടൈഗർ തന്നെയാണ്. ഞാൻ മുന്നേ പറഞ്ഞില്ല, ടൈഗറിനെ തന്നെയാണ് എനിക്കും താല്പര്യം. പക്ഷേ ഒരു ഫോട്ടോയിലൊക്കെ വരുമ്പോഴത്തേക്കും മസൈമാരിലെ മെയിൽ ലൈൻസ് ഭയങ്കര ഒരു എന്താ പറയുക, മജസ്റ്റിക്, ശരിക്കും രാജാവെന്ന് തോന്നുന്ന ഒരു ഫീൽ വരാറുണ്ട്. പക്ഷേ അതിനോടൊത്ത ഒരു മെയിൽ ടൈഗറിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്നാ പറയണ്ട, ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കാണത്. ജർമ്മൻ പഠിക്കാനും ജർമ്മനിയിലേക്ക് പറക്കാനും ഇനി എഡ്യൂഫ്ലെയർ. എഡ്യൂഫ്ലെയർ, ഇന്ത്യസ് #1 ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഉൾക്കാടുകളിലെ വിസ്മയ കാഴ്ചകൾ ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെ നമ്മൾ പരിചയപ്പെടുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടുള്ള ബിപിൻ സെബാസ്റ്റ്യൻ ആൻഡ് കോളിൻ ജോയ് ആണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. നമസ്കാരം. നമസ്കാരം. സത്യത്തിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങൾ ട്രക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ട്രക്കിംഗ് ചെയ്യാണ്. എനിക്ക് അത്തരത്തിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടാവും. ശരിക്കും ഈ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഈ കാടുകളിൽ തേടിയുള്ള യാത്ര എങ്ങനെ സംഭവിച്ചു? അത് ഗ്രാജുവലി വന്ന ഒരു എന്താ പറയുക, ചെറുപ്പം മുതലേ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഡിസ്കവറി അല്ലെങ്കിൽ നാഷണൽ ജിയോഗ്രഫിക്, അനിമൽ പ്ലാനറ്റ് ഒക്കെ കൊച്ചിലെ മുതലേ കാണുമായിരുന്നു. അപ്പം അതിനുള്ള ഇൻട്രസ്റ്റ് ചെറുപ്പം മുതലുണ്ട്. പിന്നെ വലിയ വലിയ അവസരങ്ങൾ നമുക്ക് പതിയെ പതിയെ, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഗ്രാജുവലി വന്നതാണ്. അപ്പോൾ ആദ്യം ചെറിയ അടുത്തുള്ള കാടുകളൊക്കെ കയറി തുടങ്ങി. നമ്മളുടെ കണ്ണൂര് എന്നാണ് ഞാൻ വരുന്നത്. അപ്പം അവിടെ പൈതൽ മല, അതൊരു 10 പ്രാവശ്യമൊക്കെ +2 പഠിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കയറിയിട്ടുണ്ട്. മെയിനായിട്ടും അവിടെ കവിമല വഴി കയറുമ്പോൾ അവിടെ കൊടുക്ക് ഫോറസ്റ്റ് വഴി കയറി വേണം പോകാൻ വേണ്ടിയിട്ട്, ആ കാട്ടിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങിയ ഒരു ഇൻട്രസ്റ്റ് മെല്ലെ ഡിഗ്രിയൊക്കെ വന്നപ്പോഴത്തേക്കും നേച്ചർ ക്ലബ്ബ് വഴി ടൈഗർ റിസർവുകളിലേക്കൊക്കെ മാറി. അപ്പോൾ
പറമ്പിക്കുളത്താണെന്ന് തോന്നുന്നു ആദ്യത്തെ ടൈഗർ റിസർവ്. അങ്ങനെ പിന്നെ പിന്നെ പതിയെ അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി വന്നപ്പോഴത്തേക്കും എല്ലാ സഫാരികളൊക്കെ എടുത്തു തുടങ്ങി, കബനിയിൽ സഫാരി പോയി തുടങ്ങി. അങ്ങനെ അങ്ങനെ ഗ്രാജുവലി വളർന്നു വന്ന ഒരു ഇൻട്രസ്റ്റ് ആണ്. പിന്നെ പതിയെ കുറെ കാലമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയപ്പോഴത്തേക്കും യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ അതിലും സ്വാഭാവികമായിട്ടും നമ്മുടെ യാത്രകളുടെ ഒരു ഇൻട്രസ്റ്റ് ഈ വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ കാടായതുകൊണ്ട് നല്ല ആ ഒരു ട്രാവൽ ചാനലായിട്ട് തുടങ്ങി വൈൽഡ് ലൈഫിലേക്ക് മാറിയതാണ്. കോളിൻജോ എങ്ങനെ? ഞാനും ഏകദേശം അതുപോലെ തന്നെ ചെറുപ്പത്തില് ഒരു കാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയയിലായിരുന്നു എന്റെ താമസം. ഒറ്റപ്പാലം ആണെങ്കിലും കുറച്ച് ഉള്ളേരിയയിലായിരുന്നു. ചെറുപ്പം മുതലേ കാടുകൾ കാണാറുണ്ട്. പിന്നീട് യാത്രകൾ തുടങ്ങിയത് ഞാനൊരു ബൈക്കറായിട്ടാണ് യാത്ര തുടങ്ങി. യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തും ബൈക്ക് വീഡിയോസ്, റൈഡിങ് വീഡിയോസ് ആയിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് യാത്രാ വീഡിയോകളൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ പിന്നെ അവിചാരിതമായിട്ട് കാട്ടിൽ പോയി ഒരു കാടിന്റെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു പോയി. ആ ഒരു ഫസ്റ്റ് പറമ്പിക്കുളമാണ് പോയത്. പറമ്പിക്കുളം കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി കാട് എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നുണ്ട്. പിന്നെ നേരെ കബനി പോയി. ഫസ്റ്റ് ടൈഗർ റിസർവിലേക്കുള്ള സഫാരി പോയപ്പോ തന്നെ ടൈഗറിനെ നേരിട്ട് കണ്ടു. 15 മിനിറ്റോളം ടൈഗർ ഞങ്ങളുടെ സഫാരി വണ്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ ഭയങ്കര ഹാപ്പി തോന്നി, ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞാൻ ആ യാത്ര എൻജോയ് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി വെറും ടൂറിസ്റ്റ് സ്ഥലങ്ങൾ കാണാൻ പോകുന്ന യാത്രയേക്കാൾ കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കുന്ന കാടാണെന്ന് തിരിച്ചറിഞ്ഞു. ആ ഒരു യാത്ര ഇപ്പോ കണ്ടിന്യൂ ചെയ്യുന്തോറും ഓരോ കാട്ടിൽ പോകുന്തോറും കൂടുതൽ സന്തോഷം കിട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പൊ എത്ര കാടുകളിലെ ട്രക്കിംഗ് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ടൊരു കണക്ക് എനിക്കറിയില്ല, പക്ഷെ ഏകദേശം ഒരു 30 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് കഴിഞ്ഞു. ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തൊക്കെ ആയിട്ട് പല പല കാടുകൾ കൂട്ടി ഏകദേശം 30 കഴിഞ്ഞു. കറക്റ്റ് കണക്ക് എടുത്തിട്ടില്ല ഇവിടെ ഏകദേശം ഒരു 25+ ആയിട്ടുണ്ടാവും. എക്സാക്ട് നമ്പർ ഓർമ്മയില്ല, പക്ഷെ എന്നാലും അത്ര തന്നെ ആയിട്ടുണ്ടാവും. സെയിം ഇന്ത്യക്ക് അകത്തും പുറത്തും ഒക്കെ ആയിട്ട്. പുറത്ത് മെയിനായിട്ട് മസൈമാരെയാണ് ഞാൻ പോയിട്ടുള്ളത്. ഇന്ത്യക്ക് അകത്ത് ഇനിയും ഉണ്ട് കേട്ടോ, ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം കവർ ചെയ്ത് തീർക്കാണെന്നുള്ളതാണ് ആഗ്രഹം. ഇപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കാടിന്റെ ഉള്ളിൽ എന്താ നടക്കണേന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഇപ്പം ഉൾക്കാടുകളിലേക്ക് യാത്ര എന്ന് പറയുന്ന ഒരേ സമയം പേടി, അതേപോലെ തന്നെ കൗതുകം ഉണ്ട്. ശരിക്കും നിങ്ങൾ ട്രെക്കിംഗ് ചെയ്യാൻ ഇന്നൊരു കാട്ടിലേക്ക് പോവാണെന്ന് യാത്ര തീരുമാനിക്കുകയാണ്, ആ ദിവസം നിങ്ങളുടെ മനസ്സിൽ എന്താ ശരിക്കും ഉണ്ടാവുക? ഈ പേടിയാണോ കൗതുകാണോ? അത് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാറുള്ളത്. കാരണം കാട്ടിൽ എന്താ നടക്കുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു 25 പ്രാവശ്യം പോയ കാട്ടിലേക്കാണെങ്കിലും വീണ്ടും പോകുമ്പോൾ എനിക്ക് അവിടെ എന്താ ഉണ്ടാവാൻ പോണെന്ന് ക്യൂരിയോസിറ്റിയാണ്. ആ ക്യൂരിയോസിറ്റിയാണ് വീണ്ടും വീണ്ടും കാട്ടിലേക്ക് ഞങ്ങളെ വിളിക്കുന്നത്. പേടി ഇല്ല, ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി. കാരണം കാടിനെ മനസ്സിലാക്കുമ്പോൾ എന്താണ് ഇപ്പൊ ഒരു അനിമലിനെ കണ്ടാലും അവർ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങി. ഒരു ആനയായാലും ഒരു ടൈഗർ ആയാലും അവരുടെ ഫേസ് കണ്ടാൽ അവർ ഇനി എന്താണ് നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ പോണേ നമുക്ക് മനസ്സിലായി തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ പേടി ഉണ്ടാവേണ്ട ആവശ്യമില്ല. അവർ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയാണെങ്കിൽ അത് അവരാദ്യം വാർണിംഗ് തരും. ഒരു അനിമലും നമുക്ക് ഒറ്റയടിക്ക് നിന്നങ്ങ് അറ്റാക്ക് ചെയ്യില്ല. ആദ്യം ചെറിയ ചെറിയ സൂചനകൾ തന്നിട്ടേ നമ്മൾ അറ്റാക്ക് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ടൈം അവിടെ ഉണ്ട്. അതല്ലെങ്കിൽ പിന്നെ ഒളിച്ചിരുന്ന് തൊട്ടടുത്തൊക്കെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. അതല്ലാത്ത കേസിൽ നമ്മൾ സേഫ് ആണ്. ബേസിക്കലി എക്സൈറ്റ്മെന്റ് ആണ് നമുക്ക്. ഓരോ തവണ കാട് കയറുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് ഇന്ന് കാട്ടിൽ പുതിയതായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നതിനെ കുറിച്ച് അങ്ങനെയുള്ളൊരു എക്സൈറ്റ്മെന്റ് ആണ് പൊതുവെ കാട് കയറുന്നതിന് മുന്നേ ഉള്ളത്. കാട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് തോന്നുന്നത് നാട്ടിലേക്കാട്ടിലും സേഫാണ് കാടായി. പ്രത്യേകിച്ച് നമ്മളിത് കോളിൻ പറഞ്ഞ പോലെ മുൻകരുതലുകളൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഗൈഡുമാർ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഗൈഡുമാർ തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്ര കാട് കയറി എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഓരോ കാടിലും നമ്മളെക്കാട്ടിലും ഒരുപാട് തവണ പോയിട്ടുള്ള ആ ഒരു കാട് മാത്രം പരിചയമുള്ള ആൾക്കാരായിരിക്കും അവിടുത്തെ ഗൈഡുമാർ കൂടുതലും. അപ്പൊ അവിടെ അവർക്കായിരിക്കും എക്സ്പീരിയൻസ് കൂടുതൽ. നമ്മൾ അവരെ മാനിക്കുക, അല്ലാതെ നമ്മൾ നാട് മുഴുവൻ പല കാടുകൾ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ അവർ പറയുന്നതിന് വിപരീതമായിട്ട് ചെയ്യരുത്. കാരണം അവിടുത്തെ ആനിമൽസിന്റെ ഓരോ സ്ഥലത്തെയും ആനിമൽസിന്റെ ബിഹേവിയറും അല്ലെങ്കിൽ ആ ഒരു കാടിന്റെ പിന്നെ ഇതൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അവര് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കോമൺ ആയിട്ടുള്ള ആനിമൽസിന്റെ ബിഹേവിയർ ഒക്കെ അറിയാമല്ലോ ഏകദേശം. അപ്പൊ അതൊക്കെ അനുസരിച്ച് അറിയാം നമുക്ക് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ. പൊതുവായിട്ട് ജനറലി ഈ സർപ്രൈസിംഗ് ആയിട്ട് നമ്മൾ ആനിമൽസിന്റെ ഫ്രണ്ടിൽ പെട്ടാൽ മാത്രമാണ് മിക്കവാറും അപകടം ഉണ്ടാകുന്നത് കൂടുതലും. അപ്പൊ അതല്ലെങ്കിൽ സേഫ് ആണ്. നമ്മൾ അവരുടെ കംഫർട്ട് സോണിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാതിരിക്കുക, അവർക്കുള്ള റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളതാണ്. വേറെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല കാട്ടിൽ കയറാൻ. ഇതേപോലെ സർപ്രൈസ് ആയിട്ട് അങ്ങനെ മീറ്റ് ചെയ്ത മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ട്രക്ക് ചെയ്യുന്നതിനിടയ്ക്ക് കരടിയുടെ മുന്നിൽ പെട്ടിട്ടുണ്ട്. കരടിയാണ് ആക്ച്വലി എല്ലാവരും പറയുന്ന പ്രകാരം ഏറ്റവും ഡേഞ്ചർ. പ്രത്യേകിച്ച് നമ്മൾ നടന്നു പോകുമ്പോൾ കാട്ടിൽ. സഫാരി പോകുമ്പോൾ വ്യത്യാസമാണ്, ട്രക്കിംഗ് ചെയ്യുമ്പം വേറൊരു ഇതാണ്. കാരണം നമ്മൾ ഓൺ ദ ഫുട്ട് അവരുടെ അവസ്ഥയിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് കരടി നടക്കുമ്പോഴൊക്കെ കാണുന്നത് ഭയങ്കര റിസ്ക് ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളൊരു ഗ്രൂപ്പായിരുന്നു, ഒരു 5-6 പേരുടെ ഗ്രൂപ്പായിരുന്നു ട്രക്ക് ചെയ്തത്.
ഞങ്ങളെ കണ്ടു. ഒരു വളരെ ക്ലോസ് ആയിട്ടാണ് കണ്ടത്. കാരണം കാട്ടിനടക്കുന്ന കരടി പൊതുവെ ഇതുപോലെ വളരെ ശ്രദ്ധയില്ലാത്ത ഒരു ആനിമലാണ്. അതിങ്ങനെ മണത്ത് മാന്തിയൊക്കെ അങ്ങനെ നടക്കും. ശ്രദ്ധിക്കില്ല. ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, കടുവ നമ്മളെ കണ്ടാൽ ചിലപ്പോൾ ആക്രമിക്കും, കടുവ ഡേഞ്ചർ ആണ്, പുലി ഡേഞ്ചർ ആണെന്ന്. പക്ഷെ കടുവയും പുലിയൊന്നും ഡേഞ്ചർ അല്ല. കാട്ടില് നമ്മൾ പോകുമ്പോ കരടി, ആന, ഇവർ രണ്ടുപേരുമാണ് ഡേഞ്ചർ. ഇതിൽ കരടിയുടെ പ്രശ്നം ഒരു കിളി പോയ സാധനമാണ്. അതിങ്ങനെ കുഞ്ഞു നോക്കി ഇങ്ങനെ ഒക്കെ നോക്കി വരും. നമ്മൾ മുമ്പിലുള്ളത് അറിയില്ല, തൊട്ടടുത്തെത്തിയിട്ടായിരിക്കും അറിയാം. അപ്പൊ നമ്മൾ എണീറ്റ് നിൽക്കുമല്ലേ. അപ്പോ കരടിയുടെ വിചാരം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്നാണ്. ഒന്നെങ്കിൽ അതിന് ഓടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യാം. അപ്പൊ ചിലപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യും, ചിലപ്പോൾ അത് ഓടിപ്പോവും, രണ്ടും സംഭവിക്കാം. അപ്പൊ നമ്മൾ കരടിയെ കണ്ടാൽ നമ്മളൊരു ഡിസ്റ്റൻസ് മാറി നിൽക്കുക, അതതിന്റെ വഴിക്ക് പോയിക്കോളും. അതിന് കാഴ്ചശക്തി കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡിസ്റ്റൻസിൽ മാറി നിന്നാൽ അതതിന്റെ വഴിക്ക് പോകും. ഞങ്ങളുടെ കേസിൽ ഈ കരടി ഫ്രണ്ടിൽ കണ്ടു. അപ്പം ഞങ്ങളും പാനിക്കായി, അതുപോലെ കരടിയും പേടിച്ചു. അപ്പം പെട്ടെന്ന് ഞങ്ങളുടെ കൂടെയുള്ള ചില കാടുകളിൽ പെരിയാറിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഗൺ തോക്കൊക്കെ ആയിട്ട് ആൾ കൂടെ ഉണ്ടാവും, ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ കൂടെ ഉണ്ടാവും. അപ്പൊ പുള്ളി പെട്ടെന്ന് തന്നെ തോക്ക് ലോഡ് ചെയ്തു. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. അപ്പോഴത്തേക്കും കരടി ഓടിക്കളഞ്ഞു. അപ്പം കരടി മാറി. പക്ഷെ എല്ലാ കേസിലും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ചിലപ്പോൾ ചാർജ് ചെയ്യാറുണ്ട്. പിന്നെ അത് ഓരോ ആനിമൽസിന്റെയും ജനറിക് ആയിട്ട് ഒരു ബിഹേവിയർ ഉണ്ടെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് വരുമ്പോഴത്തേക്കും സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും. തലതിരിഞ്ഞ ആൾക്കാരുണ്ടല്ലോ എന്ന് മൃഗങ്ങളിലും ഉണ്ടാവാം. ചിലപ്പോൾ ചിലത് ചാർജ് ചെയ്യും, ചിലത് ഓടി രക്ഷപ്പെടും. പൊതുവെ ആനിമൽസിന്റെ ഒരു ഇൻസ്റ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ അടുത്ത് മാറുക എന്നുള്ളത് തന്നെയാണ്. അറ്റാക്ക് ചെയ്യുന്നത് വളരെ റയർ കേസുകളാണ്. ഇതിപ്പോ ഞങ്ങൾക്ക് ഭയങ്കര എപ്പോഴും അപകടകാരിയായിട്ടുള്ള മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ സിംഹവും പുലിയും മാത്രമേ ഉണ്ടാവും. ഇപ്പൊ കരടി അതിലുണ്ട്, ആനയുണ്ട്. ഇപ്പൊ ഇവരെക്കാട്ടും അപകടകാരിയാണ് ഈ രണ്ടുപേര്. തീർച്ചയായിട്ടും അവര് അപകടകാരികളല്ല ശരിക്കും. ടൈഗറും പുലിയൊക്കെ ശരിക്കും ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്, നാട്ടിലിറങ്ങുന്നുണ്ട്. പക്ഷെ അതൊക്കെ വേറെ വേറെ കാര്യങ്ങളാണ്. അത് ഒന്നും നോർമൽ കേസിൽ കടുവയും പുലിയൊന്നും മനുഷ്യനെ അറ്റാക്ക് ചെയ്യില്ല. അവര് ഒന്നാമത് മനുഷ്യൻ ഇവരുടെ ഇരയല്ല, രണ്ടാമത് ഇവർക്ക് മനുഷ്യരെ പേടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കാടുകളിലൊക്കെ പോകുമ്പോൾ. ഇര പിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴോ, അതായത് വിശന്ന് വല്ലാതിരിക്കുമ്പോഴോ, മുറിവേറ്റിരിക്കുമ്പോഴൊക്കെ ശരിക്കും വലിയ കാട്ടുപോത്തുകളെയൊക്കെ പിടിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഇരകളെ പിടിക്കാൻ പാടായിരിക്കും. കടുവയും പുലിയൊക്കെ വളരെ അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്ന ജീവികളാണ്. അപ്പം വളരെ കഷ്ടപ്പെട്ടാണ് അതുങ്ങൾ ഇര പിടിക്കുന്നത്. അപ്പൊ അങ്ങനെ പിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് നിങ്ങൾ എളുപ്പത്തിൽ കിട്ടുന്ന ആനിമൽസിലേക്കോ അല്ലെങ്കിൽ വേറെ ഭക്ഷണത്തിലേക്കോ ശ്രദ്ധ തിരിക്കുന്നത്. അപ്പം മനുഷ്യനൊക്കെ വളരെ കടുവയൊക്കെ സംബന്ധിച്ച് വളരെ ഈസി ഒരു പ്രയാണ്. കാരണം 1000-1500 കിലോ ഉള്ള കാട്ടുപോത്തല്ലെ വൈൽഡ് ഗൗറിനെയൊക്കെ ഇത് പിടിക്കുന്ന സമയത്ത് 100 കിലോ അല്ലെ 50 കിലോ ഉള്ള മനുഷ്യന് അവർക്ക് ഒരു ഏരിയയല്ല. അപ്പം വളരെ ഈസി ആയിട്ട് കിട്ടും. അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് ഇത് കൂടുതലും അറ്റാക്ക് ചെയ്യുന്ന കേസുകൾ ഉണ്ടാവാറുള്ളത്. ഈ വൈൽഡ് ഗൗർ പറയുമ്പോഴാണ് കാട്ടുപോത്തുന്നാണ് വിപിൻ ചേട്ടൻ പറയാ, കാട്ടീന്നാണ്. ശരിക്കും എങ്ങനെ ഇത് ശരിക്കും എന്താ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഒരു മത്സരം അവിടെയുണ്ട്. കാട്ടുപോത്ത് പറയുന്നവരുണ്ട്, അല്ല കാട്ടീന്ന് വിളിക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ള ഒരേ ഒരു കാര്യം അതാണ്. ഇതിനാണ് ശരിക്കും എന്താ അതിന്റെ ഒരു കാര്യം എന്താ? കോളിഞ്ചേട്ടനാണ് കാട്ടി. എനിക്ക് മലപ്പുറം ആ ഏരിയയിലൊക്കെ കാട്ടീന്ന് വിളിക്കുന്നവരുണ്ട്, കാട്ടുപോത്തുന്ന് വിളിക്കുന്നവരുണ്ട്. ശരിക്കും എന്താ വിളിക്കേണ്ടത് നമ്മള്? ശരിക്കും നമ്മളെ പണ്ട് മുതലേ പഠിപ്പിച്ചു വന്നത് കാട്ടുപോത്ത് എന്ന് തന്നെയാണ്. വൈൽഡ് ഗൗറിനെ കാട്ടുപോത്ത് എന്ന് പഠിപ്പിച്ചു വന്നു. അതിലൊരു മിസ്റ്റേക്ക് ഉള്ളത്, നമുക്ക് നാട്ടിലുള്ള പോത്ത്, അതായത് ബഫല്ലോ, നമ്മുടെ നാട്ടിലുള്ള വാട്ടർ ബഫല്ലോയെ നമ്മൾ പോത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും വൈൽഡ് വാട്ടർ ബഫല്ലോയെ കാട്ടുപോത്ത് എന്ന് പറയണം. പക്ഷെ നമ്മുടെ നാട്ടില് വൈൽഡ് വാട്ടർ ബഫല്ലോ ഇല്ല. ആസാം ഏരിയയിലും അതുപോലെ തമിഴ്നാട്ടിലെ ചില ഫോറസ്റ്റില്, ഇപ്പൊ കലക്കാട് നാഷണൽ പാർക്കില്, പിന്നെ അതുപോലെ ചില ഏരിയകളിൽ ഉണ്ടെന്ന് പറയുന്നു. കേരളത്തിലും പണ്ട് മുതൽ ചില കാടുകളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അതിന് വ്യക്തമായിട്ടുള്ള തെളിവൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കാടുകളിലില്ല, നാച്ചുറലി നമ്മുടെ കാടുകളിലില്ല. അപ്പൊ നമ്മുടെ കാടുകളിലുള്ള സാധനം വൈൽഡ് ഗൗറാണ്. വൈൽഡ് ഗൗർ ഈ ബഫല്ലോയുടെ ഇനത്തിൽപ്പെട്ട ജീവിയല്ല. അപ്പൊ ഇതിനെ തൽക്കാലം കാണാൻ ഒരു പോത്തിന്റെ ലുക്കൊക്കെ ഉണ്ട്, എന്നാ പിന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ കാട്ടുപോത്ത് നമ്മൾ പണ്ട് മുതലേ വിളിച്ചു വന്നു. പക്ഷെ ശരിക്കുള്ള കാട്ടുപോത്ത് എന്ന് പറയുന്ന വൈൽഡ് വാട്ടർ ബഫല്ലോ ആസാം ഏരിയകളിലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കാട്ടി പക്ഷക്കാർ പറയുമ്പോ അവിടെ ഉള്ളതിനെ കാട്ടുപോത്ത് എന്നും ഇവിടെ ഉള്ളതിനെ പിന്നെ വേറെ പേര് വിളിക്കണമല്ലോ. കാട്ടി എന്ന് വിളിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ പിന്നെ പൊതുവെ മലബാർ ഏരിയയിലും അതുപോലെ പാലക്കാട് ചില ഏരിയകളിലുണ്ട്, തിരുവനന്തപുരത്തും അങ്ങനെ കോമൺ ആയിട്ട് വിളിച്ചു വന്ന ഒരു പേര് കാട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്നാ കാട്ടി കിടക്കട്ടെ വിചാരിച്ചു. എനിക്കതിന് എതിർപ്പൊന്നുമില്ല. ആകെയുള്ള ഒരു പ്രശ്നം, മലയാളത്തിൽ നമ്മൾ പണ്ട് മുതൽ വിളിച്ചു വന്ന പേരുകളാണ് കാട്ടുപോത്ത്. വേറൊരു പേര് വിളിച്ചതിനെ കൺഫ്യൂഷൻ ആക്കണ്ട. കാട്ടുപോത്ത് കേൾക്കുമ്പോൾ മലയാളികളുടെ അല്ലെങ്കിൽ ഒരു വിധപ്പെട്ട ആൾക്കാരുടെ ഒക്കെ മനസ്സിൽ വരുന്ന ജീവി ഈ വൈൽഡ് ഗൗർ തന്നെയാണ്. അപ്പൊ അത് പോത്ത് വർഗം അല്ല എന്നുള്ളതിൽ എനിക്കും തർക്കമൊന്നുമില്ല. പക്ഷെ
കാട്ടുപോത്ത് എന്ന് വിളിക്കും. ഉദാഹരണത്തിന് വരയൻ പുലി എന്ന് കടുവയെ വിളിക്കാറുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതലായിട്ട് കഴുതപ്പുലി, ഹൈനെ പറയാറുണ്ട്. അതുപോലെ നീർനായ, അങ്ങനെ മുള്ളൻ പന്നി, ഇങ്ങനെ വിളിക്കുന്ന ജീവികൾക്കൊന്നും ആ പേരുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ മലയാളത്തിലെ പേരുകൾ പൊതുവെ അങ്ങനെയാണ്. അപ്പൊ കറക്റ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഒരുപാട് കറക്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് കൊണ്ട്, പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ടും പണ്ട് മുതലേ വിളിച്ചു വരുന്നതും മലയാളത്തിലെ ഒഫീഷ്യൽ, ഇപ്പം നമ്മുടെ ഒഫീഷ്യൽ രേഖകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെന്റ് റെക്കോർഡ്സിലും അതുപോലെ ലീഗൽ, ഈ വൈൽഡ് ലൈഫ് അറ്റാക്ക് അങ്ങനെയുള്ള വരുന്ന കേസുകളിലൊക്കെ വരുമ്പോൾ എല്ലായിടത്തും റെഫർ ചെയ്യുന്ന ഈ കാട്ടുപോത്ത് എന്നുള്ള പേരായതുകൊണ്ട് അത് മാറ്റുന്നില്ല എന്നുള്ളത് എനിക്ക് അഭിപ്രായം. പിന്നെ കാട്ടി ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളം വാക്കല്ല താനും. അതൊരു പ്രാദേശികമായിട്ട് വിളിക്കുന്ന കന്നഡ സൈഡിലേക്കും അല്ലെങ്കിൽ ചില ട്രൈബൽസ് ഒക്കെ വിളിച്ചു പോന്നിരുന്ന ഒരു പേരാണ്. അതിനെ എന്തുകൊണ്ട് നമ്മളിപ്പം മലയാളത്തിലേക്ക് ഇങ്ങനെ ഒരു പേര് മാറ്റം വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ഇത്. പിന്നെ അസമിൽ കാണുന്നതിനെ നമ്മൾ വാട്ടർ ബഫല്ലോ എന്ന് വിളിച്ചു. ആഫ്രിക്കയിൽ കാണുന്ന സീബ്രനെ നമുക്ക് സീബ്ര എന്ന് തന്നെയല്ലേ പൊതുവെ എല്ലാവരും പറയാറ്. പറഞ്ഞ പോലെ ഇതിനെ വാട്ടർ ബഫല്ലോ എന്ന് വിളിച്ചാൽ തീരാവുന്ന കൺഫ്യൂഷനേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ എപ്പോ കണ്ടാലും ഇങ്ങനെ ഒരു തർക്കം വരാറുണ്ട്. ശരിക്കില്ലേ, ഇപ്പൊ ഉൾക്കാടുകളിലേക്ക് ട്രക്കിംഗ് പോകുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇത്ര ദിവസം യാത്ര തുടങ്ങി, ഇത്ര ദിവസത്തിലുള്ള യാത്ര തിരിച്ചു വരണം എന്നൊരു പ്ലാൻ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവാറുണ്ടോ? ശരിക്കും ട്രക്കിങ്ങിന് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സമയപരിധി ദിവസം അത് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്നതാണോ? അതൊരു തെറ്റിദ്ധാരണയാണ്. ആക്ച്വലി നമ്മൾ ഇല്ലീഗലായിട്ട് കാട് കയറുന്നവർക്കാണ് അങ്ങനെ ഇത്ര ദിവസം കൊണ്ട് പോയി കാട് കയറുക. നമ്മൾ ചെയ്യുന്നത് മുഴുവൻ എക്കോ ടൂറിസം പ്രോഗ്രാംസ് ആണ്. അതായത് പബ്ലിക്കിന് സാധാരണ ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന അതേ പ്രോഗ്രാംസ് ബുക്ക് ചെയ്ത് ഗവൺമെന്റ് സഹായത്തോടെ അല്ലെങ്കിൽ ഈ വൈൽഡ് ലൈഫ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ പോകാൻ പറ്റുന്ന പ്രോഗ്രാംസ് മാത്രമേ നമ്മൾ പോകാറുള്ളൂ. അതിനൊക്കെ ഫിക്സഡ് ആയിട്ട് ഒരു ദിവസമുണ്ട്. എക്കോ ടൂറിസം പ്രോഗ്രാംസ് ഒക്കെ റൺ ചെയ്യുന്നത് നിയന്ത്രിതമായിട്ടുള്ള ഒരു ടൂറിസമാണ്. അപ്പം ഇത്ര ദിവസം, ഒരു ദിവസത്തേക്ക് കാട്ടിൽ താമസിക്കാൻ ഇതാണ് ആ ഒരു സ്റ്റേയുടെ റേറ്റ്, കാര്യങ്ങൾ. നിങ്ങൾ ഇത്ര സമയത്ത് കയറി ഇത്ര സമയത്തിൽ ഇറങ്ങണം. അപ്പം നമ്മൾ എത്ര ദിവസത്തേക്കാണ്, നിങ്ങളിപ്പം 10 ദിവസത്തേക്ക് ബുക്ക് ചെയ്താൽ നിങ്ങൾ 10 ദിവസത്തേക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വീണ്ടും ബുക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അതിനൊരു കൃത്യമായ പ്ലാൻ ഉണ്ടാവും. നമ്മൾ എത്ര ദിവസത്തേക്കാണ് ബുക്ക് ചെയ്യുന്നത് ആ സമയം പോയി ആ സമയത്ത് ഇറങ്ങാന്നുള്ളതാണ്. അപ്പം അല്ലാതെ നമുക്ക് തോന്നുന്ന സ്ഥലത്തൂടെ ഒന്നും പോകാൻ പറ്റത്തില്ല കാട്ടില്. അതിന് ഫിക്സഡ് ആയിട്ടുള്ള റൂട്ടുകളുണ്ട്, ഗൈഡുമാർ കൂടെ ഉണ്ടാവും. ഒറ്റയ്ക്ക് കാട് കയറുന്നത് ചിന്തിക്കുന്ന, പിന്നെ എന്നാ പറയണ്ടേ, പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. ഇപ്പൊ ഗൈഡ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഇത്രയും നമ്മൾ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒറ്റക്ക് കാട് കയറി വന്നുകൂടെ ചിന്തിക്കും. നമുക്ക് പോകാൻ പറ്റും, പക്ഷെ ഇല്ലീഗലാണ്. പക്ഷെ പോകാൻ പാടില്ല. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും അങ്ങനെ ചെയ്യില്ല. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വെറുതെ 2 വർഷം ജയിലിൽ പോയി കിടക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, ഒരു കാടുകളിലും അനധികൃതമായിട്ട് കയറാൻ പാടില്ല. ആരെയും നമ്മളത് പ്രോത്സാഹിപ്പിക്കത്തുമില്ല. നമ്മളും അതുകൊണ്ട് ചെയ്യുന്ന വീഡിയോസിലും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് പറയാറുണ്ട് ഇവിടെ എങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ പോകാനുള്ള വഴികൾ എല്ലാവർക്കും ഉണ്ട്. അത് ആ ഒഫീഷ്യലായിട്ടുള്ള രീതിയിൽ തന്നെ വേണം അവിടെ കയറാൻ. പല പബ്ലിക്കിന് പലപ്പോഴും ഉള്ള ഡൗട്ടാണ്, ഇപ്പൊ ചോദിച്ച പോലെ തന്നെയുള്ള ഡൗട്ടാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ കുറെ കാലം കാടുകളിൽ കയറി നടന്ന് ഏതൊക്കെയോ മലകളൊക്കെ കയറിയാണ് ഫോട്ടോ എടുക്കുന്നതെന്ന്. പക്ഷെ പബ്ലിക് ആയ ആർക്കും എടുക്കാൻ പറ്റാവുന്ന പോലത്തെ ഇക്കോ ടൂറിസം ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്ത് അങ്ങനെ ബുക്ക് ചെയ്ത് പോകുന്നതാണ്. ആർക്കും പോകാവുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ ഏരിയകളൊന്നും ഇല്ല. കാട്ടിൽ പോകാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ സർവേ ഒക്കെ പോകുമ്പോഴാണ്. അപ്പം സർവേ ഒക്കെ ചെയ്യുന്ന ഇപ്പം ടൈഗർ സർവേ, അല്ലെങ്കിൽ ടൈഗർ സർവേക്ക് ഇപ്പം ഒരുവിധം മുഴുവൻ ക്യാമറ വഴിയാണ്. അതല്ലാതെ ബട്ടർഫ്ലൈ, ബേർഡ്സ്, അങ്ങനെ കുറെ സർവേകളൊക്കെ വരും. അപ്പം ഇങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവരുമായിട്ട് കോൺടാക്ട് ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ NGOs അവർ ഇൻഫോം ചെയ്യും. അങ്ങനെ വരുന്നവർക്ക് ഇവരുടെ സഹായത്തോടു കൂടി തന്നെ പ്രത്യേകിച്ച് നിശ്ചിത റൂട്ട് അല്ലാതെ പോകാൻ പറ്റും. അത് മാത്രമുള്ള ഓപ്ഷൻസ്. ഇതൊന്നും പൊതുവെ ഞങ്ങൾ പോകാറില്ല, കാരണം ടൈം, കാര്യങ്ങൾ, പിന്നെ സർവേ. അതിന് നമ്മളൊരു പ്രത്യേക സ്പീഷീസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പം ബട്ടർഫ്ലൈ ആണെങ്കിൽ അതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള നോളജ് ഉള്ള ആൾക്കാരാണ് പൊതുവെ അത് ചെയ്യാറ്. നമുക്ക് ജനറിക്കലി നമുക്ക് കാടിനെ കുറിച്ചൊരു ധാരണയുണ്ടെങ്കിലും ഇൻഡിവിജ്വലി ഓരോ അതിനെക്കുറിച്ചും അത്ര ഡീപ്പ് പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് പൊതുവെ സർവേക്ക് പോകാറ്. വേണമെങ്കിൽ നമുക്ക് പോകാൻ ജോയിൻ ചെയ്യാം നമ്മുടെ ഏരിയയിൽ അങ്ങനെ. ഓക്കെ, ഇപ്പൊ ഒരു 10 ദിവസത്തെ ഒരു ട്രക്കിംഗ് ആണെന്ന് വെക്കുക, ഒരു പാക്കേജ് 10 ദിവസത്തെ ട്രക്കിംഗ് ആണെന്ന് ഇപ്പൊ പറഞ്ഞൊരു ഡേറ്റ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വസ്ത്രം, താമസം, വെളിച്ചം, ഇതിലൊക്കെ ആളുകൾക്ക് എങ്ങനെ നിങ്ങൾ സർവൈവ് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ട്. ഇപ്പം എങ്ങനെ ടെന്റ് കെട്ടി നമ്മളൊരു സമയത്തിനുള്ളിൽ മാത്രം കാട്ടിൽ സഞ്ചരിച്ച് ടെന്റിൽ താമസിക്കുക, അങ്ങനെയാണോ ശരിക്കും? എങ്ങനെ ഇതിന്റെ ഒരു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ തേക്കടിയിലുള്ള ഒരു ഇക്കോ ടൂറിസം പ്രോഗ്രാം എടുക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ടൈഗർ ട്രെയിൽ എന്ന് പറയുന്ന പ്രോഗ്രാം എടുക്കുകയാണ്. നമ്മൾ അവിടെ 2 നൈറ്റ് ആണ് നോർമലി അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അതൊരു 4 നൈറ്റോ 5 നൈറ്റോ എടുക്കുകയാണെങ്കിൽ നമ്മൾ 5 ദിവസത്തേക്കുള്ള ഡ്രസ്സൊന്നും എടുക്കില്ല. നമ്മൾ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് അത് തന്നെ ഇട്ട് ഒക്കെ തന്നെയാണ് നമ്മൾ ഏറ്റവും ലഗേജ് കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വേറെ ലഗേജ്, ഫുഡൊക്കെ
ഇക്കോ ടൂറിസം ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ കാട്ടിൽ കയറുകയല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൂറിസം ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ടെൻഷനൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ചിലപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ട്രക്ക് ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻ ഒക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ രാവിലെ തന്നെ പോയി എന്തെങ്കിലും ചെറിയ വെള്ളമോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മൾ കയ്യിൽ കരുതും. നോർമലി ഞാൻ ട്രക്ക് ചെയ്യുമ്പോൾ ഈ സ്നിക്കേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൈ കരുതി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം തോന്നില്ല. അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴം, അതൊക്കെ നല്ല ഓപ്ഷൻസ് ആണ്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ബാഗിൽ കരുതിയിട്ട് നേരെ നടക്കും. ഇൻസ്റ്റന്റ് എനർജി തരുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കരുതുക. അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങളെ കൊണ്ടുപോകുമ്പോൾ പ്ലാസ്റ്റിക് അവിടെ വലിച്ചെറിയാതെ സൂക്ഷിക്കുക. കുറച്ച് വെള്ളം കരുതുക. വെള്ളം പ്ലാസ്റ്റിക് ബോട്ടിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി അഥവാ അത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കറണ്ട് കാര്യങ്ങൾ, ചില സ്ഥലത്ത് ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളും ഉണ്ടാവും, അതായത് സോളാറും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. ചില സ്ഥലത്ത് ഇത് ഉണ്ടാവത്തില്ല. പിന്നെ ക്യാൻഡിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പിന്നെ ഉണ്ടാവുക. പിന്നെ പെരിയാറിലൊക്കെ ഭയങ്കര വെൽ മാനേജ്ഡ് ആണ് അവിടുത്തെ സർവീസസ് ഒക്കെ മുഴുവൻ. അവിടെയൊക്കെ അത്യാവശ്യം ഈ പറഞ്ഞ സോളാറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. മഴ കൂടുതലുള്ള സമയമൊക്കെയാണ് ചിലപ്പം ചാർജ് ഉണ്ടാവില്ല. നമ്മൾ അതിനുള്ള പവർ ബാങ്ക് അങ്ങനത്തെ ബാക്കപ്പ് ഒക്കെ ആയിട്ട് കയറുക എന്നുള്ളതാണ്. പിന്നെ കാട്ടിലൊരിക്കലും നമ്മൾ ലക്ഷറി പ്രതീക്ഷിച്ച് പോകരുത്. അതൊരു കാട്ടിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ടൂറിസ്റ്റ് ആയിട്ടല്ല കാട്ടിൽ പോകേണ്ടത്. കാടിനെ അറിയാനും കാട് കാണാനുമായിട്ട് വേണം പോകാൻ. കാടിനെ അനുഭവിക്കാൻ, ബേസിക്കലി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഈ പ്രത്യേകിച്ച് തേക്കടിയൊക്കെ നന്നായിട്ട് അട്ടയുള്ളതുകൊണ്ട് നന്നായിട്ട് അനുഭവിക്കാനും പറ്റും കാടൊക്കെ. ശരിയാ. ഓൾറെഡി എങ്ങനെ മുൻകരുതലുകൾ നേരത്തെ തയ്യാറാക്കിയിട്ടാണോ പോവാ? എത്ര മുൻകരുതലുകൾ ഉണ്ടെങ്കിലും ലീച്ച് സോക്സ് ഒക്കെ അവർ തരും. പക്ഷെ അത് കാലില് മാത്രല്ലേ, കൈ കൂടെ കേറി പോകും. എവിടെ പോകും നമുക്ക് മനസ്സിലാവില്ല. ലീച്ച് സോക്സ് നല്ല മഴയുള്ള സമയത്ത് കാട്ടിൽ കയറിയ ലീച്ച് സോക്സ് ഒക്കെ നമുക്കൊരു എന്നാ പറയണ്ടേ, ഒരു നമ്മുടെ ഒരു ആശ്വാസത്തിന് കെട്ടാൻ കടിക്കും. അതായത് വലിയ ഒരു ഫുൾ ഡേ ട്രക്കിങ്ങിനൊക്കെ മഴയത്ത് പോയി കഴിഞ്ഞാൽ എന്ത് കാണിച്ചാലും എന്തൊക്കെ മുൻകരുതൽ കൊണ്ട് പോയാലും കടിക്കും. പക്ഷെ എന്നാലും അത് അട്ടകടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപകരിക്കും. ആദ്യം അട്ട കയറുന്ന കാലുവഴി ആയിരിക്കും. അപ്പൊ അത് ലീച്ച് സോക്സ് ഒരു പരിധി വരെ നമ്മൾ അവിടെ കയറി ഇവിടെ എത്തുന്നത് വരെ നമുക്ക് കാണാം. പക്ഷെ നമ്മൾ എപ്പോഴും കല്ലിട്ട് നോക്കിയല്ല ട്രക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് വേറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നോക്കാത്ത സമയത്ത്, അത് അറിയാത്ത സമയത്ത് അത് കയറി വരും. അപ്പൊ പിന്നെ സാനിറ്റൈസർ സ്പ്രേ ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ മാത്രം കൊണ്ടുപോകുക. കാരണം ഇതൊന്നും അത്ര നല്ലതല്ല, സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പൊ നമുക്ക് കാട്ടിനകത്ത് പോവാണെങ്കിൽ പെർഫ്യൂംസ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും കാട്ടിനകത്ത് പോകുമ്പോൾ ഈ പെർഫ്യൂം പോലെ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശരിക്കും? കുളിക്കാതെ പോയാൽ ഏറ്റവും ബെറ്റർ. അപ്പൊ നമ്മുടെ വേർപ്പിന്റെ സ്മെല്ലും അവർക്ക് പറ്റും. വേർപ്പിന്റെ സ്മെല്ല് അവർക്ക് കുഴപ്പമില്ല, കാരണം അത് കെമിക്കൽസ് അല്ലല്ലോ. അത് നോർമലി മൃഗങ്ങൾക്ക് ഉള്ള പോലെ തന്നെ മനുഷ്യനുള്ള ഒരു സ്മെല്ലാണ്. പക്ഷെ നമ്മൾ ഈ കെമിക്കൽസിന്റെ സ്മെല്ല് അവർക്ക് കാടുമായിട്ട് പരിചയമില്ലാത്തൊരു പുതിയ സ്മെല്ലാണ് വരുന്നത്. അത് അവരെ പേടിപ്പെടുത്തും. അപ്പൊ നമ്മളിപ്പോൾ ട്രക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ പെർഫ്യൂമൊക്കെ ഉപയോഗിച്ച് പോയാൽ നമ്മൾ ഈ കാട് കയറുന്നതൊക്കെ കൂടുതലും അനിമൽസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വരുന്നതിന് മുമ്പേ ഈ സ്മെല്ല് അവിടെ എത്തിയിട്ട് അനിമൽസ് അവിടെ നിന്ന് മാറിപ്പോകും. പിന്നെ നമുക്കതിനെ കാണാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ ഇപ്പൊ ഒരു ടീം വരുന്നുണ്ടെങ്കിൽ അവർക്ക് ആർക്കും സൈറ്റിങ്സ് കിട്ടില്ല, എല്ലാവർക്കും മിസ്സാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കാട്ടിലേക്ക് ഒരു പുതിയ മണം, കൃത്രിമമായിട്ടൊരു മണം കൊണ്ടുചെല്ലരുത് എന്ന് പറയുന്നത്. ഈ മണം പോലെ തന്നെ എന്തൊക്കെ ശ്രദ്ധിക്കും? പിന്നെ നമ്മുടെ ഡ്രസ്സിങ് ശ്രദ്ധിക്കാം. അതായത് ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ആയിട്ടുള്ളതൊന്നും ഇട്ടുകൊണ്ട് പോവാതിരിക്കുക. കാരണം ബ്രൈറ്റ് കളേഴ്സ് ദൂരെ നിന്ന് അനിമൽസിന്റെ ശ്രദ്ധയിൽപ്പെടും. അപ്പോൾ പ്രത്യേകിച്ച് റെഡ് പോലുള്ള കളേഴ്സൊക്കെ, അപ്പോൾ അത് മാറിപ്പോവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇനി വളരെ ക്ലോസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ റെഡ് കാണുമ്പോൾ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പോത്തിനെയൊക്കെ അതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം കാടിനോട് ചേർന്ന കളർ, പ്രത്യേകിച്ച് ക്യാമോഫ്ലാഷ് ആയിട്ടുള്ള കളറിൽ പട്ടാളക്കാരൊക്കെ ഇടുന്ന, അതാണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത്. ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഒക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ? അതുപോലത്തെ ഡ്രസ്സുകളൊക്കെയാണ് പൊതുവെ സജസ്റ്റഡ്. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ള പച്ച പോലത്തെ കളറുകളോ അല്ലെങ്കിൽ ബ്ലാക്കോ, അധികം റിഫ്ലക്ഷൻ തോന്നാത്ത ബ്രൈറ്റ് അല്ലാത്ത കളേഴ്സ് ഒക്കെ ഇട്ടിട്ട് പോകാന്നുള്ളതാണ് ഒരു കാര്യം. പ്രത്യേകിച്ച് ട്രക്ക് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിക്കട്ടെ. സഫാരിയിലും ഒരു പരിധി വരെ, പക്ഷെ എന്നാലും കൂടുതലും ട്രക്കിങ്ങിലാണ് ഇതൊക്കെ ആപ്ലിക്കബിൾ. കാരണം നമ്മൾ കാട്ടിനകത്ത് നിൽക്കുകയാണല്ലോ. മറ്റേത് നമ്മൾ ഓൾറെഡി വണ്ടിയിലാണ്, സഫാരി വെഹിക്കിളിലൊക്കെ പോകുമ്പോഴത്തേക്കും വലിയ പ്രശ്നമില്ല. പക്ഷെ ട്രക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ സൈലന്റ് ആയിട്ടിരിക്കാതെ, ട്രക്കിങ്ങിലാണെങ്കിലും സഫാരിയിലാണെങ്കിലും സൗണ്ട് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം സൗണ്ട് ഒക്കെ പെട്ടെന്ന് ദൂരെ നിന്ന് നിങ്ങൾ തിരിച്ചറിയും. നല്ല കേൾവി ശക്തിയൊക്കെ ഉള്ളതാണ് കൂടുതൽ അനിമൽസിനും. അപ്പം സ്മെല്ലിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ കേൾവി, കാഴ്ച, അതൊക്കെ കാഴ്ചയ്ക്കാണ് ഈ കളർ ഡ്രസ്സ് ഒഴിവാക്കാൻ പറയുന്നത്. അതുപോലെ സ്മെല്ല്, കേൾവി, ഇതെല്ലാം നമ്മൾ സൗണ്ട് ഉണ്ടാക്കുന്നതനുസരിച്ച് അനിമൽസ് ഡിസ്ട്രാക്റ്റഡ് ആവാനും ഓടി രക്ഷപ്പെടാനും സാധ്യത, അല്ലെങ്കിൽ മാറിപ്പോവാനും സാധ്യതയുണ്ട്. ഈ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഈ ട്രക്കിംഗ് രീതിയിൽ മാറ്റങ്ങൾ വരുമോ? അതില് മാറ്റം വരും. അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ലഡാക്കില് നമുക്ക് സ്നോ ലെപ്പേർഡിനെ കാണാൻ പോകാനുള്ള ട്രക്കിങ്സും അങ്ങനെയുള്ള പാക്കേജസ് ഉണ്ട്. പക്ഷെ അത് എല്ലാ മാസവും ഇല്ലല്ലോ. അത് നമുക്ക് സ്നോ ഉള്ള സമയത്തേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ടിൽ ഏപ്രിൽ അത്രയും സമയത്താണ് സ്നോ ലെപ്പേർഡിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോഴാണ് സ്നോ കൂടുതൽ ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്ത് മലമുകളിലൊക്കെ ആയിരിക്കും ഇവരുണ്ടാവുക.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് പറയുകയാണെങ്കിൽ ഒരുപാട് മഴയുള്ള സമയത്തോ ചെളിയും ചതുപ്പ് പോലെയുള്ള ഏരിയകളാണെങ്കിൽ നമുക്ക് ആ ഏരിയകളൊക്കെ ഒന്നും ട്രക്കിങ്ങിന് പോകാൻ പറ്റില്ല. പറ്റത്തില്ല. സൈറ്റിംഗ് സ്പേസ് ആണെങ്കിലും വേനൽക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ സൈറ്റിംഗ്സിന് സാധ്യതയുണ്ട് പെരിയാർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ. കാരണം വാട്ടർ ബോഡീസ് ഈ പറഞ്ഞ ലേക്കിനോട് ചേർന്നായിരിക്കും. അപ്പം മഴക്കാലത്താണെങ്കിൽ കാടിനകത്തൊക്കെ എല്ലാ സ്ഥലത്തും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഈ പുറത്ത് ഈ ലേക്കിന്റെ സൈഡിലോട്ട് എപ്പോഴും വരേണ്ട കാര്യമില്ല. മറ്റേത് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ലേക്കിന്റെ സൈഡിലേക്കൊക്കെ അനിമൽസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം സൈറ്റിംഗ് സ്പേസ് ഈവൻ സഫാരി പോകുമ്പോഴാണെങ്കിലും വാട്ടർ ബോഡിയോടൊക്കെ ചേർന്ന് കൂടുതൽ സൈറ്റിംഗ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ മഴക്കാലത്ത് കാട് ഭയങ്കര തിക്കായിട്ട് വളർന്നു നിൽക്കും, പ്രത്യേകിച്ച് ഈ ബുഷസ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്പോട്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ മഴക്കാലത്ത് കിട്ടിയാൽ പച്ചപ്പിനടക്കായതുകൊണ്ട് ഭയങ്കര ഭംഗിയായിരിക്കും. വേനൽക്കാലത്താണ് കൂടുതൽ കാണാനുള്ള സാധ്യത, കാരണം എല്ലാം കരിഞ്ഞ് ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് നമുക്ക് വിസിബിലിറ്റി ഒക്കെ കൂടുതലായിരിക്കും. നിങ്ങൾ ഇത്രയധികം യാത്ര ചെയ്തിട്ടേ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഈ ഒരു സ്ഥലം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു അങ്ങനെ തോന്നുന്നൊരു യാത്രയുണ്ടോ, ഒരു ട്രക്കിംഗ് ഉണ്ടോ? എനിക്ക് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം തേക്കടിയാണ്. പെരിയാർ ടൈഗർ റിസർവിന്റെ അത്രയും ഭംഗിയുള്ള ഒരു കാട് എനിക്ക് വേറെ ഒന്നും ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. മേ ബി ആനിമൽ സൈറ്റിംഗ് പലയിടത്തും പല രീതിയിൽ കൂടുതൽ കിട്ടും. ഇന്ത്യയിലെ പല കാടുകളിലും ചിലപ്പോൾ കൂടുതൽ അനിമലിനെ കിട്ടുന്ന കാടുകൾ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഭംഗി ഏറ്റവും കൂടുതൽ തോന്നിയിരിക്കുന്ന കാട് തേക്കടിയാണ്. പിന്നെ സെക്കൻഡ്ലി കബനിയിലെ പല ഒരുപാട് ഉയരമില്ലാത്ത ചെറിയ മരങ്ങളാണ്. ഒരു പച്ചപ്പൂക്കി ആയിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അവിടുത്തെ ഒരു ട്രക്കിംഗ് രീതി എങ്ങനെയാ ശരിക്കും? അവിടെ ട്രക്കിംഗ് ഇല്ല, അവിടെ സഫാരി മാത്രമേ ഉള്ളൂ. കാരണം അവിടെ അനിമൽ ഡെൻസിറ്റിയും കൂടുതലാണ്. അപ്പൊ നമ്മൾ വെറുതെ കാട്ടിക്കൂടെ നടന്നാൽ അറ്റാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ ട്രക്കിംഗ് ഇല്ല, വാക്കിംഗ് ഇല്ല, ജസ്റ്റ് വണ്ടിയിലുള്ള സഫാരി മാത്രമേ ഉള്ളൂ. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന സഫാരിയാണ്. നമുക്ക് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്ത് പോകാം, അവരുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനിൽ ബുക്ക് ചെയ്ത് പോകാം. അത് കാട് അത്യാവശ്യം ഭംഗിയൊക്കെ ഉള്ള ഒരു കാടുള്ള ഏരിയ. ടൈഗർ റിസർവുകളിൽ ട്രക്കിംഗ് ഉള്ളത് എനിക്ക് തോന്നുന്നത് പറമ്പിക്കുളത്തും പെരിയാറും എൻ്റെ അറിവിലുള്ളൂ. ബാക്കി കേരളത്തിന് പുറത്തോട്ടൊക്കെ അധികം സ്ഥലത്തും സഫാരികളാണ്. ട്രക്കിംഗ് ഉള്ളത് വളരെ കുറവായിരിക്കാനാണ് സാധ്യത. പിന്നെ ഞാനും ഈ പറഞ്ഞ പോലെ പോയിട്ടുള്ളതിൽ ഏറ്റവും ഭംഗിയുള്ള കാട് തീർച്ചയായിട്ടും പെരിയാറാണ്. ഏത് സമയത്ത് ചെന്നാലും ഓരോ ദിവസം ഇന്ന് പോയിട്ട് നാളെ ചെല്ലുമ്പോഴത്തേക്കും അതിന് കാടിന് വേറൊരു ഭംഗിയാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാം ഞാൻ ഇന്നേ വരെ പോയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാം വൈൽഡ് ലൈഫ് പ്രോഗ്രാം എന്ന് പറയുന്നതും പെരിയാറിലെ ടൈഗർ ട്രെയിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാം തന്നെയാണ്. അപ്പം അതൊക്കെ പോകാൻ പറ്റുന്ന ആൾക്കാർ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും പോയിരിക്കേണ്ട പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസൈമാരെയും അതുപോലെ ഈ ടൈഗർ ട്രെയിലുമാണ്. മസൈമാരയ്ക്ക് ഒപ്പം നിർത്താൻ പറ്റുന്ന ഒരു സംഭവമാണ്. ആനിമൽ സൈറ്റിംഗ്സിന്റെ കാര്യത്തിലല്ല, കാടിന്റെ മുന്നേ ഞാൻ പറഞ്ഞ കാട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യത്തിൽ. ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് പറയാറുണ്ട് ഇപ്പൊ ഓരോ മൃഗങ്ങളെയാണ് പലപ്പോഴും ഭംഗിയായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് ഭംഗിയായിട്ട് തോന്നിയ ഒരു മൃഗം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ? എനിക്ക് ടൈഗറാണ്. തീർച്ചയായിട്ടും ടൈഗർ തന്നെയാണ്. ടൈഗർ എനിക്ക് പക്ഷെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം ലെപ്പേർഡാണ്. ലെപ്പേർഡിന്റെ ഒരു ഭയങ്കര ബ്യൂട്ടിയാണ്. പക്ഷെ എന്റെ ഫോട്ടോയിൽ എനിക്ക് ഐശ്വര്യ കിട്ടിയത് കാരണം, ഐശ്വര്യ മീൻസ് അതിനെ ലോക്കൽസ് അവിടെയുള്ള ആൾക്കാർ വിളിക്കുന്നതാണ് ഐശ്വര്യ. അപ്പം അവിടെ വിഷ്ണു ഒക്കെ ഉണ്ട് തേക്കടിയിലെ വള്ളക്കടവിലെ. പുള്ളി ഒരു മെയിൻ ട്രാക്കറാണ് അവിടുത്തെ. അവിടെയുള്ള ടൈഗേഴ്സിന്റെ ഓരോന്നിന്റെ പേരും കരടികളുടെ പേര് വരെ പുള്ളിക്കാരൻ പറഞ്ഞു. ആ ടൈഗറിന്റെ ഫോട്ടോയില് എനിക്ക് ടൈഗറിനെയാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ രാജാജി നാഷണൽ പാർക്കിൽ പോയത് ഉത്തരാഖണ്ഡില്. അവിടെ ഒരു ലെപ്പേർഡിനെ കിട്ടി, മായ, ഒരു നീല കണ്ണൊക്കെ. പെൺപിള്ളേരോടാണ് താല്പര്യം. ഈ പേരുകൾ ഭയങ്കര കൗതുകാണ്. ആ ഒരു ട്രിപ്പിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 8 പേരുടെ മൊബൈലിലെ വാൾപേപ്പർ മായ. ഭയങ്കര ഭംഗിയുള്ളൊരു പുലിയത്. ഞാൻ മുന്നേ പറഞ്ഞില്ല, ടൈഗറിനെ തന്നെയാണ് എനിക്കും താല്പര്യം. പക്ഷെ ഒരു ഫോട്ടോയിലൊക്കെ വരുമ്പോഴത്തേക്കും മസൈമാരിലെ മെയിൽ ലയൺസ് ഭയങ്കര ഒരു എന്താ പറയണ്ടേ മജസ്റ്റിക്, ശരിക്കും രാജാവെന്ന് തോന്നുന്ന ഒരു ഫീൽ വരാറുണ്ട്. പക്ഷെ അതിനോടൊത്ത ഒരു മെയിൽ ടൈഗറിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്നാ പറയണ്ടേ ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കാണത്. വീണ്ടും ഫിലിബിറ്റിലാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല. ഫിലിബിറ്റില് ഭയങ്കര സൈസുള്ള ടൈഗേഴ്സ് എന്ന് വെച്ചാൽ സൈസ് വൈസ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ സെയിം ആയിരിക്കും. പക്ഷെ ആ ഒരു ലുക്കിൽ നമുക്ക് തോന്നും, കാരണം കുറച്ച് ഫേസിലെ തലയിലെ രോമങ്ങളൊക്കെ കൂടുതലാണ് അവിടുത്തെ ടൈഗറിന്. കുറച്ച് നേപ്പാൾ അല്ലെങ്കിൽ ആ സൈബീരിയൻ ആ ഒരു ഏരിയയിലോട്ട്, സൈബീരിയൻ അല്ല ഹിമാലയൻ സൈഡിലേക്ക് ഉള്ളതുകൊണ്ട് തണുപ്പുള്ള സ്ഥലത്തായതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതിന്റെ ലുക്ക് ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനത്തെ ടൈഗേഴ്സിനെ കിട്ടി കഴിയുമ്പോഴത്തേക്കും വേറൊരു ആ ഒരു ഫോറസ്റ്റിൽ ടൈഗറിനെ കിട്ടാൻ അത്ര എളുപ്പമല്ല. പക്ഷെ കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ഭീകര സൈസുള്ള ടൈഗേഴ്സ് ആയിരിക്കും. ഈ എങ്ങനെ നിങ്ങൾ ഈ മൃഗങ്ങളെയൊക്കെ ട്രാക്ക് ചെയ്യണേ, സ്പോട്ട് ചെയ്യണേന്നും കൂടെ ആളുകൾക്ക് ഒരു കൗതുകം ഉണ്ടാവും. ശരിക്കും അതെങ്ങനെയാണ്? ശരിക്കും കാട്ടിലെ ഉൾക്കാടുകളിൽ പോയിട്ട് മൃഗങ്ങളെ സ്പോട്ട് ചെയ്യുന്നത് എങ്ങനെയാ? പ്രത്യേകിച്ച് ആനയെ സ്പോട്ട് ചെയ്യുന്നത് പിന്നെ പല ഇതുണ്ട്. ഒന്ന്, നമ്മൾ നടക്കുന്ന വഴികളിലൊക്കെ ചവിട്ടി, ഇപ്പം പ്രത്യേകിച്ച് കുറച്ച് മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ ചവിട്ടി പോയതിൻ്റെ പാടുകൾ കാണാം. പ്രത്യേകിച്ച് നടക്കുന്ന സമയത്തൊക്കെ ചവിട്ടി തിട്ടയൊക്കെ ആണെങ്കിൽ ഇടിച്ചിടും. അതുപോലെ പോകുന്ന വഴിക്ക് ഒരു കമ്പ് വലിച്ച് ഒടിച്ചിടും. അപ്പോൾ അങ്ങനെ കമ്പ് ഒടിഞ്ഞ് കിടക്കുന്നതോ തിട്ട ചവിട്ടിയിട്ടേക്കുന്നത് കണ്ടോ അല്ലെങ്കിൽ ഫ്രഷ് ആനപ്പിണ്ടം കണ്ടാലോ
പിന്നെ കുറച്ച് കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ആന നിൽക്കുന്ന സൈഡിൽ നമ്മുടെ സൈഡിലേക്ക് കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ആനച്ചൂരി കിട്ടും. ഒരു സ്മെല്ലുണ്ട് ആനയുടെ, അത് എനിക്ക് തോന്നുന്നു കാട്ടിൽ കയറിയ ആൾക്കാർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആനയെ എളുപ്പത്തിൽ അറിയാൻ പറ്റും. പിന്നെ ദൂരെ നിന്ന് ഒടിക്കുന്ന സൗണ്ട്, മരം ഒടിയുന്ന പോലത്തെ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ രണ്ടാമതൊരു ഒടിക്കൽ കൂടെ ഒക്കെ കേട്ടാൽ ഉറപ്പിക്കാം ആന അടുത്തുണ്ടെന്നുള്ളത്. പിന്നെ ടൈഗർ പോലുള്ള ആനിമൽസ് ഒക്കെ ആണെങ്കിൽ, അതായത് പ്രെഡേറ്റേഴ്സിനെ ആണെങ്കിലും ഏറ്റവും എന്താ പറയുക ആക്യുറേറ്റ് ആയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത് അലാം കോൾസ് ആണ്. അലാം കോൾസ് എന്ന് പറഞ്ഞാൽ ബാക്കി ചെറിയ ആനിമൽസ് ഈ പ്രെഡേറ്റേഴ്സിനെ കാണുമ്പോൾ, ഉദാഹരണം മാന അല്ലെങ്കിൽ ലങ്കൂർ പോലുള്ള ആനിമൽസ് സൗണ്ട് ഉണ്ടാക്കും, ഒരു എന്താ പറയണ്ടേ ഒരു സിഗ്നൽ കൊടുക്കും ബാക്കിയുള്ള ആനിമൽസിന്, അല്ലെങ്കിൽ അതുങ്ങൾ പേടിച്ചിട്ടുണ്ടാക്കുന്നതാവാം. അപ്പോൾ ആ ഒരു അലാം കോൾ, അത് ഓരോ ആനിമൽസിൻ്റെയും വ്യത്യാസമാണ് കോള്, വീഡിയോസിലൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അടുത്ത വീഡിയോ പ്രെഡേറ്റർ ഉണ്ട്. അത് ചിലപ്പോൾ കഴുവയാവാം, ലെപ്പേഡാവാം, അല്ലെങ്കിൽ ഇപ്പം സിംഹമുള്ള കാടുകളിലാണെങ്കിൽ അതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വൈൽഡ് ഡോഗ്സിനെ കണ്ടാലും ഇതുപോലെ സൗണ്ട് വെക്കും. ഇതുപോലെ പ്രെഡേറ്ററൈസ് ഉള്ള ആനിമൽസ് ഉണ്ടെന്നുള്ളത് ഉറപ്പിക്കാം. പിന്നെ പഗ്മാർക്ക്, ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് മെയിനായിട്ട് സ്പോട്ട് ചെയ്യുന്നത്. പഗ്മാർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ചെളിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രഷ് ആണെങ്കിൽ കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ എന്നുള്ളത്. അതുപോലെ പൊടിയിലും കാണാറുണ്ട്. ഇപ്പോൾ സഫാരിയൊക്കെ പോകുമ്പോൾ പൊടിയിലാണെങ്കിൽ വേറെ വണ്ടി കയറാതെ ഉള്ള പഗ്മാർക്കാണെങ്കിൽ അത് അതിന് മുന്നേ പോയ വണ്ടി പോയ ശേഷം പോയതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ വെച്ചിട്ടാണ് മെയിനായിട്ട് സ്പോട്ട് ചെയ്യുന്നത്. ഈ ടൈഗറിന് പിന്നെ പൊതുവേ ഒരു സ്വഭാവം ഉള്ളത് വഴി കൂടെയാണ് നടക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പാത്ത് ഉണ്ടെങ്കിൽ, ഒന്നെങ്കിൽ കാട്ടിലാണെങ്കിൽ ആന നടക്കുന്ന വഴി, അല്ലെങ്കിൽ ഓൾറെഡി ആനത്താരം അങ്ങനെയുള്ള വഴികൾ ഉണ്ടെങ്കിൽ ആ വഴി കൂടെ തന്നെയായിരിക്കും ടൈഗർ കൂടുതൽ നടക്കുക. വെറുതെ കാട്ടിൽ കൂടെ നടക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ആ പഗ് മാർക്സും വഴിയിലുണ്ടാവും. അപ്പൊ അത് ഫോളോ ചെയ്ത് നമുക്ക് പോയി സ്പോട്ട് ചെയ്യാം. പക്ഷെ അതൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ട്രക്കിങ്ങിന് പോകുമ്പോൾ. ഇനി സഫാരി ആണെങ്കിൽ സഫാരിക്ക് ജീപ്പിന് പോകാനുള്ള വഴി ഓൾറെഡി ഉണ്ടാവുമല്ലോ. സോ ആ വഴി കൂടെ തന്നെയാണ് ടൈഗർ നടക്കുക. അപ്പൊ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാട് ക്രോസ് ചെയ്ത് പോയി വീണ്ടും അടുത്ത വഴിയിലേക്ക് കയറും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വഴിയിലെ പഗ് മാർക്ക് വെച്ച് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ജർമ്മൻ പഠിക്കാനും ജർമ്മനിയിലേക്ക് പറക്കാനും ഇനി എഡ്യൂഫ്ലെയർ. എഡ്യൂഫ്ലെയർ, ഇന്ത്യസ് നമ്പർ 1 ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്.